അനീഷ് ഈസ് എ ബെസ്റ്റ് ഗെയിമർ, മൈൻഡ് ഗെയിമർ ഇൻ BB7 ആണ്. കാരണം ഇന്നലത്തെ ടാസ്ക് ലെറ്ററിൽ കറക്റ്റായിട്ട് എഴുതിയിരുന്നു, ഈ നിമിഷം മുതൽ BB7 തീരുന്നവരെ നിങ്ങൾ മിണ്ടാനേ പാടില്ലെന്ന്. ഇത്രയും അലറി വിളിച്ച് നടക്കുന്ന നമ്മുടെ അനീഷിന് ആ ഒരു ടാസ്ക് അത് കിട്ടിയപ്പോൾ തൊട്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. അപ്പോൾ നമ്മുടെ ലാലേട്ടനും പറഞ്ഞു നീ ഒച്ചയൊക്കെ കുറക്കണമെന്നല്ലേ. അപ്പോൾ ആ ടാസ്കിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് വേണ്ടി അനീഷ് ആ നിമിഷം മുതൽ മിണ്ടാതിരുന്നു. ബാക്കി രണ്ടുപേർക്കും കിട്ടിയതാ ജിസേലിൻ്റെ മുടി വെട്ടാൻ വയ്യ, ആര്യൻ്റെ മുടി വെട്ടാൻ വയ്യ, പിന്നെ അനീഷിൻ്റെ മുടിക്ക് എന്താ ഒരു വിലയില്ലാത്ത മുടിയാണോ. അയാൾക്ക് കിട്ടിയ ടാസ്ക് നല്ലതുപോലെ ചെയ്തു. ഇടിവെക്കാനും എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാനായിട്ട് പോയില്ല. 7ൻ്റെ പണി കൊടുത്ത ബിഗ് ബോസിന് 8ൻ്റെ പണി തിരിച്ചു കൊടുത്തു അനീഷ്. കാരണം മിണ്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടും അനീഷ് മിണ്ടിയില്ല. അതാണ് അയാളുടെ ഗെയിം, അതാണ് അയാളുടെ സ്പിരിറ്റ്. എന്തായാലും ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അനീഷ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് കളിക്കുന്ന ഒരാൾ, നമ്മുടെ അനീഷ് തന്നെയാണ്. ഇവരൊക്കെ ഇത്ര ബുദ്ധിയില്ലാതെയാണല്ലോ കളിക്കുന്നത്. ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞപ്പോഴേ ബിഗ് ബോസ് പറഞ്ഞായിരുന്നു വീക്കെൻഡ് ഫാമിലി എപ്പിസോഡൊന്നും ഇപ്പോഴല്ലല്ലോ വരുന്നത്, അതൊക്കെ ഇനിയും കിടക്കാനുള്ളതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ മുടി വെട്ടാൻ അവർ സമ്മതിച്ചിരുന്നെങ്കിൽ, ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ സമ്മാനം അല്ലെങ്കിൽ ആ ബോണസ് പോയിന്റ് കൊടുത്തേനെ. പക്ഷെ മുടി വെട്ടാനൊന്നും എന്തായാലും ബിഗ് ബോസ് ചെയ്യത്തുന്നില്ല. അതൊരു ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നതിനായിരുന്നു അവരുടെ മാർക്ക്. പക്ഷേ അനീഷ് മാത്രമേ അനീഷിൻ്റെ ചലഞ്ച് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ഒരുമാതിരി ഇതാക്കുമായിരുന്നു. അനീഷിൻ്റെ ഇട്ട ടാസ്ക് നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്ബർ കാണിച്ച ഭയങ്കര ബോറായിപ്പോയി. അത് ലാലേട്ടൻ എന്തായാലും ചോദിക്കേണ്ട കാര്യമാണ് ഈ വീക്കെൻഡിൽ. അപ്പം പില്ലോ എടുത്ത് എറിഞ്ഞ കാര്യം. കാരണം ആര്യനെ ഒന്ന് തൊട്ടപ്പോഴേക്കും എന്നെ അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ പിണങ്ങി മാറി നിന്ന ആളാണ്. ആ ആളാണ് അനീഷിനോട് ഇത്രയും ദേഷ്യം കാണിച്ചു പില്ലയൊക്കെ വലിച്ചെറിഞ്ഞത്. അത് ശരിയല്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പിന്നെ എല്ലാം പറയുന്നുണ്ട് അനീഷ് ചെയ്ത് തന്നെയാണ് ശരിയെന്ന്. അപ്പോൾ ലാലേട്ടൻ വന്ന് എന്തായാലും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യണം തന്നെയാണ്. അനീഷ് സൂപ്പർ ഗെയിമറാണ്. അവിടെ ഉള്ളവരെല്ലാം എതിർക്കട്ടെ, പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.